നമുക്ക് കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് വേലു നല്ല ടെൻഷനിലാണ്. കാരണം വേലുവിന്റെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന വിനായകൻ അവൻ ആള് ശരിയല്ല, അവൻ വേറെ എവിടെയോ പോയിട്ട് വന്നിരിക്കുക. അവൻ കാട്ടിന്ന കേറി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന് ഇവിടെ എന്തോ സംഭവം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പക്ഷേങ്കിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളവന്മാരെ പോലെ കാട് കൊള്ളയടിക്കാനോ അതോ വേറെന്തെങ്കിലും ഉദ്ദേശമാണെന്ന് അറിയത്തില്ല. നല്ല ഉദ്ദേശമല്ല. മിക്കവാറും അവന് സംസാര ശേഷിയൊക്കെ തിരികെ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവൻ കള്ളത്തരം പറയുന്ന. അങ്ങനെയാണ് അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെ ചില ചിന്തകളൊക്കെ വേലുവിന്റെ മനസ്സിലുണ്ടായി. കാരണം തന്റെ ഭാര്യയാൻ പോകുന്നവളാണ് അമലു. അവളെയാണ് അവൻ കൈവശപ്പെടുത്തി. ഇത്രയും നാളും അവള് തന്നോട് ഒരു എതിർവാക്ക് പോലും പറയാത്തവളായിരുന്നു. പക്ഷെ ഇവൻ വന്നതിന് ശേഷമാണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ വേലു തീരുമാനിക്കുകയാണ്. അതിനുശേഷം വേലു നേരെ ഗംഗാപ്രസാദിനെ കാണാനായിട്ട് മുറിയിലേക്ക് എന്നു. എന്നിട്ട് ഗംഗാപ്രസാദിനോട് പറഞ്ഞ്, സത്യം പറയടാ, നീ ഈ നേരം വെളുപ്പാങ്കാലത്ത് എവിടെ പോയതായിരുന്നു ചോദിക്കണം. ഇത് കേട്ടപ്പം ഗംഗാപ്രസാദ് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു, ഞാൻ എവിടെ പോയാ, ഞാൻ കാട്ടിപ്പോയതാന്നൊക്കെ പറയാം. വെറുതെ കള്ളത്തരം പറയരുത് വിനായക. നീ എന്തായതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് സംസാര ശേഷിയുണ്ട്. ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുക. പിന്നെ ഞങ്ങളുടെ മുന്നിൽ എന്തിനാ അഭിനയിക്കുന്നേ? നീ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാലും ഈ കാട്ടി വന്ന് നീ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ടല്ലോ, കാട്ടിലുള്ളവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ മലദേവങ്ങൾ നിന്നെ വെറുതെ വിടില്ല. ഇത് കേട്ടതും ഗംഗാപ്രസാദ് പറഞ്ഞു, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല. ചതിച്ചിട്ടില്ല നിനക്ക് കൊള്ളാം. ചതിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ല, അറിയാലോ. അതിനുള്ള ശിക്ഷ നിനക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഇതിനു മുമ്പ് വന്നവർക്കൊക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കാടിന്റെ മക്കളെ ചതിച്ചു കളയാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കിട്ടുള്ള പണി ഉറപ്പായിട്ടും ഇവിടെ വെച്ച് തന്നെ കിട്ടുമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗംഗാപ്രസാദിന്റെ നെഞ്ചൊന്നിടിഞ്ഞു. പിന്നെ നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് അറിയായിരുന്നു നീ ഒരു ഫ്രോഡാന്നുള്ള കാര്യം. കാരണം നിനക്ക് ജീവൻ തിരികെ കിട്ടിക്കഴിഞ്ഞപ്പോ നിന്റെ സ്വഭാവം മാറി. നിന്നെ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവൻ എടുക്കാനും എനിക്കറിയാം. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. എന്റെ പെണ്ണിനെ നീ സ്വന്തമാക്കി വെച്ചിരിക്കുക. പക്ഷെ ഉണ്ടല്ലോ, സത്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ പുറത്തു വരും. നീ ആരാ എന്താന്നൊക്കെ അവള് തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് വേലു അങ്ങോട്ട് പോയി. ഗംഗാപ്രസാദിന് തോന്നി ഇവൻ അപകടകാരിയാണ്, ഇവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. ഒരുപക്ഷെ ഇനിയിപ്പോ അവള് ഗർഭിണിയും കൂടെയാണ്. അമലു എന്ന് പറയുന്നവള് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാർത്തികയെ ലക്ഷ്മിയമ്മ ഇല്ലാതാക്കണം. ഇപ്പം അവളുടെ കയ്യിൽ കാർത്തികയുടെ കയ്യിൽ തോക്കൊക്കെ ആയിട്ട് അവര് രാത്രി ഉറങ്ങാൻ പോലും പോകുമ്പോ കിടക്കുന്നേ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എന്ന് കീഴടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവൾ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തതുകൊണ്ട് മാത്രം തനിക്കിട്ട് കൊണ്ടില്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും തനിക്കിട്ട് കൊണ്ടേരാം. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഒരു പണി കൊടുക്കണം തന്നെ ഗംഗാപ്രസാദ് തീരുമാനിക്കുകയാണ്. പക്ഷെ എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടുന്ന് കാട്ടിൽ നേരെ നാട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ സഹായിക്കാൻ ആരെങ്കിലും വേണം. ഇപ്പൊ ആരെ ഫോൺ വിളിക്കാനും പറ്റാത്തൊരു സ്ഥിതിയിലാണ് ഗംഗാപ്രസാദ്. പക്ഷെ അതിന് കഴിയണം. എങ്കിൽ മാത്രമേ തനിക്ക് എല്ലാവരെയും തീർക്കാനായിട്ട് പറ്റുള്ളൂ. സ്റ്റെഫിയെ കുറിച്ചൊന്നും അറിയത്തില്ല താനും. ഇനിയിപ്പോ ആ കിരണം കല്യാണിയൊക്കെ താൻ ജീവിച്ചിരിപ്പണമെന്നെങ്ങാനും പറഞ്ഞ അതോടുകൂടി തന്റെ കഥ കഴിഞ്ഞു തന്നെ. പക്ഷെ അതിനു മുമ്പ് തനിക്ക് തന്റെ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യണം. താൻ മരിച്ചെന്ന് കരുതി അവരിയ്ക്കുന്നേ. പക്ഷെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ പ്രശ്നമാവുകയും ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു ഗംഗാപ്രസാദിന്റെ മനസ്സിൽ. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടത്താൻ തന്നെ തീരുമാനിച്ചു. ഈ സമയത്ത് കിരണും കല്യാണി ലക്ഷ്മിയമ്മയും കാർത്തിയും കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് സംസാരിക്കണ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ, എനിക്കെന്തോ കിടന്നിട്ട് രാത്രി ഉറക്കം പോലും വരുന്നില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം അത് മാത്രം എന്റെ മനസ്സിലായി. ഇന്നലെ ഉണ്ടായത് ആ നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതെനിക്കറിയാം ലക്ഷ്മിയമ്മേ, ഞാനത് കിരണേട്ടനോട് പറയുകയും ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, ശരിക്കും ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്നലെ അവനാ കൊലയാളി കയറി വന്ന സമയത്ത് സാധാരണ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പൊ തന്നെ അവനെ കുത്തി കൊന്നിട്ട് പോകത്തില്ലേ? എന്റെ കയ്യിൽ തോക്കൊണ്ടോണ്ട് മാത്രം ഞാൻ വെടിവെച്ചോണ്ട് മാത്രമല്ല അവന് ഓടി രക്ഷപ്പെട്ടെ. എനിക്ക് തോന്നുന്നത് അവൻ തന്നെയാന്നാ, ആ ഗംഗാപ്രസാദ്. അവൻ എങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. കിരൺ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം മനസ്സിലൊരു പേടിയുണ്ട് ഗംഗാപ്രസാദ് ജീവനോടെ ഉണ്ടെന്ന്. കാരണം അവന്റെ ബോഡി കിട്ടാത്തോണ്ടല്ലേ. സാരമില്ല, നമുക്ക് ആ സംശയം അങ്ങോട്ട് മാറ്റിയേക്കാന്ന് പറയണം. അത് കേട്ടപ്പം കാർത്തിച്ച് സംശയം മാറ്റണം എങ്ങനെ? ഞാനും കല്യാണം ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാട് കയറാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാം. കാട് കയറാനോ? അതെ. ഇനി ആ കാട്ടിപ്പോ ഒന്നുകൂടെ ഞങ്ങളൊന്ന് അന്വേഷണം നടത്താം. ഒരുപക്ഷെ നിങ്ങളൊക്കെ പറയുന്ന പോലെ ആ കാട്ടിൽ അവിടെ എവിടെയെങ്കിലും അവൻ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം. അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു, മോനെ, അതൊക്കെ നടക്കുന്ന കാര്യമാണോ? അതെങ്ങനെ സാധിക്കും? അത് അമ്മ പേടിക്കണ്ട.
രതീഷ് ഉണ്ടല്ലോ, രതീഷിന് അവിടുത്തെ തേനും കൊണ്ട് വരുന്ന വേലുവിന് നല്ല പരിചയമുണ്ട്. അവനിടയ്ക്ക് ഫോൺ വിളിക്കുന്ന, അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വേലു നമുക്ക് സഹായം ചെയ്യും. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, അതൊരു നല്ല കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നേ. അല്ല അങ്ങനെയാണെങ്കിൽ കല്യാണി പോകേണ്ട കാര്യമുണ്ട്. കല്യാണി പറഞ്ഞു, എനിക്കും പോകണം, എനിക്ക് അവിടെ ഒന്ന് കാണണം എന്ന് എന്താ മനസ്സിലിരുന്ന് ആരോ പറയുന്ന പോലെ എനിക്ക് അവിടെ പോകണം കാർത്തി ചേച്ചി. ഞാനും കിരണേട്ടനോടൊപ്പം പോകാൻ തന്നെ തീരുമാനിച്ചു. മോനെ ഞാൻ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോകുന്നു പറയണം. അത് കേട്ടതും കാർത്തിയെ പറഞ്ഞു, സൂക്ഷിക്കണം, അറിയാലോ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഇനി അവൻ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അത് അപകടമാണെന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, അവനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കിരണ ഞങ്ങൾ ഇതൊക്കെ പറയണേ, അല്ലെങ്കിൽ ഞങ്ങളിതൊന്നും പറയില്ലായിരുന്നു. കിരൺ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലുള്ളൂ ടെൻഷനുള്ളൂ. അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി അതുപോലെ ഒരു കൊലയാളി വരുവാണെങ്കിൽ അവനിവിടെ ജീവനോടെ പോകത്തില്ല, അവനെ ഞാൻ തീർത്ത് കളയും. എന്താണെങ്കിലും ഞാൻ രണ്ടും കളിപ്പിച്ചെന്നെ ഇറങ്ങിത്തിരിക്കുന്നേ. ഒന്നെങ്കിൽ സ്വസ്ഥയോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം, അല്ലെങ്കിൽ മരിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് കിരണും കല്യാണിയും കൂടെ പോവാണ്. പോകുന്ന സമയത്ത് ലക്ഷ്മിയമ്മയ്ക്കൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയായി തീരുമെന്ന് ഓർത്തിട്ട്. അതിനുശേഷം രതീഷ് വേലുവിനെ വിളിക്കുവാണ്. വേലുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ, നിന്റെ ഒരു സഹായം വേണം. അന്ന് കണ്ട സാറല്ലേ കിരൺ സാറ്, കിരൺ സാറും ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാടൊക്കെ കാണാനായിട്ട്. നീ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനെന്താ, പുഴക്കരയിലേക്ക് വന്നാൽ മതി, ഞാനവിടെ കണ്ടോളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് രതീഷ് വന്ന് കിരണിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, ഞാനും കല്യാണിയും പോയിക്കോളാം. അല്ല ഞങ്ങൾ ആരെങ്കിലും വരണോ? വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ രണ്ടും കൂടെ പോകാം. എല്ലാരും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാർത്തിയും ലക്ഷ്മിയമ്മ തനിച്ചല്ലേ ഉള്ളൂ. അച്ഛനും അതെ, അവർക്കൊന്നും ഒരു ആപത്തും വരാൻ പാടില്ല. അറിയാലോ, ബൈജു നീയൊക്കെ എപ്പോഴും ഒരു നോട്ടമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഇവിടെ ഇല്ലെങ്കിലും അവരോടൊപ്പം നിങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ ബൈജു പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ധൈര്യമായിട്ട് പോയിക്കോ കിരണളിയ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കൂടെ വരണമെന്നുണ്ടായിരുന്നു പറയണ. അത് സാരമില്ലടാ, ഒരു തവണ നമ്മൾ പോയതല്ലേ, ഇനി ഞാനും കല്യാണിയും കൂടെ പോട്ടെ. കല്യാണിക്ക് എന്തോ വിശ്വാസം വരുന്നില്ല, അവൻ ജീവനോടെ ഉണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് വിശ്വാസം വരാനായിട്ടാ. ആ കാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാലോ, ഒരു പക്ഷെ ഈ പറയുന്ന വേലുമൊക്കെ നമ്മളോട് കള്ളത്തരം പറയണമെന്ന് അറിയത്തില്ല, അവനെ അവിടെ മറച്ചു വെച്ചിട്ട്. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. കല്യാണിയുടെ വിശ്വാസം കിടന്ന് മാറ്റി കൊടുക്കുകയും ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകാൻ റെഡിയാവുകയാണ്. ഇതേ സമയത്ത് രാഹുലിന്റെ അടുത്തേക്ക് വിക്രം വന്നു. വിക്രം വന്നിട്ട് പറഞ്ഞു, എനിക്ക് അധികം വൈകാതെ തന്നെ പരോള് കിട്ടും. ആ കാർത്തിയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ പരോള് കിട്ടണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴേ രാഹുൽ പറഞ്ഞു, എടാ നിനക്ക് പരോള് കിട്ടി നീ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കല്യാണി എന്ന് പറയുന്നവളെ അങ്ങ് തീർത്ത് കളഞ്ഞേരെ. കാരണം അവള് തീർത്താൽ മാത്രമേ എൻ്റെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, നോക്കട്ടെ, എൻ്റെ ലക്ഷ്യം അറിയാലോ, ഗംഗേട്ടനെ ആരെങ്കിലും തീർത്തിട്ടുണ്ടെങ്കിൽ അതിനോടും കൂടെ പ്രതികാരം ചെയ്തിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നുള്ളൂ. ഈ സമയത്ത് രാഹുൽ പറഞ്ഞു, ഞാനെന്താളും തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനിവിടെ അകത്താണല്ലോ, അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, എന്നിട്ട് മാത്രമേ ഞാനുള്ളൂ. പക്ഷെ ഇതങ്ങനെ വെറുതെ വിടൂല ഞാൻ. അവൻ എത്ര പ്രൊട്ടക്ഷൻ ഒരുക്കി കൊടുത്താലും ഞാൻ അവനെ തീർക്കും വിക്രം. നീ മിക്കവാറും പരോളിന് പോയിട്ട് വരുമ്പോഴത്തേനും അവൻ തീർന്നെന്നുള്ള കഥയായിരിക്കും നീ കേൾക്കാനായിട്ട് പോന്നേ. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ദേ അവന് നല്ല പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, വെറുതെ ഇനിയിപ്പം എന്തേലും കാണിച്ചു കൂട്ടി വെച്ചിട്ട് അവസാനം ഇവിടെ നിന്ന് ഇനിയിപ്പം മറ്റേ വിയൂർ ജയിലിലേക്കൊന്നും പോകാനായിട്ട് ഇടയാവരുത്. അതൊന്നും ഇല്ലടാ, ഞാൻ ചെയ്യുവാണെങ്കിൽ ഇനിയിപ്പം എൻ്റെ പഴുതുകളൊക്കെ അടച്ചിട്ടോ ഞാൻ ചെയ്യുള്ളൂ, എല്ലാ പഴുതുകളും അടച്ചിട്ടോ ചെയ്യത്തുള്ളൂ. ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാനായിട്ട് ഞാൻ കൊടുക്കത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എൻ്റെ അടി ഇച്ചിരി ശക്തമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇച്ചിരിയോടെ ശക്തിയായിട്ട് അടിക്കുവായിരുന്നെങ്കിൽ അവൻ തീർന്നു പോയനം. പക്ഷെ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഈ സമയം കിരണും കല്യാണിയും കൂടെ അങ്ങനെ കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. പുഴക്കരയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വേലുവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേലുവിനോടൊപ്പം അവർ പുഴ കടന്ന് കാട്ടിലേക്ക് കടക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഗംഗാപ്രസാദ് ഒട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന അതിന്റെ വിശേഷങ്ങളൊക്കെ ആണ്. എന്തായി തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല. ഉറപ്പായിട്ടും എന്തായാലും ഗംഗാപ്രസാദിനെ പിടികൂടുമായിരിക്കും. പിടികൂടാതെ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.